ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിക്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഈ ഒരു ടോൾ പോർട്ടൽ നിങ്ങൾക്ക് എത്രമാത്രം വിശേഷമായിട്ടാണ് ഉണ്ടാവുന്നത് എന്ന് നോക്കാം. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലം ഈ ഒരു ടോൾ പോർട്ടലിൽ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില കാര്യങ്ങളുടെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് വിചാരിച്ച പോലെ ലഭിക്കുന്നില്ല. എപ്പോഴും പോസ്റ്റ്പോണ്ട് ആയിക്കൊണ്ടേ ഇരിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നു ഇപ്പോൾ കിട്ടും ഇപ്പോൾ കിട്ടുമെന്ന്. അങ്ങനെ എന്തോ ഒരു കാര്യമുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് ഈ ഒരു ടോൾ പോർട്ടലിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കാണാൻ സാധിക്കാം. പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ തടസ്സം വന്ന് അത് സ്റ്റക്കായി പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ വിഷമിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയാണ് അവസ്ഥ. അതായത് ഒരു കാര്യം ഒന്ന് നല്ലതായിട്ട് നടക്കും, പിന്നെയും സ്റ്റക്കാവും, വീണ്ടും നടക്കും, വീണ്ടും സ്റ്റക്കാവും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഈ ടോൾ പോർട്ടലിന് ശേഷം ഇതിലൊരു ഗതി, നല്ല രീതിയിലൊരു ഗതി ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ എന്ത് കാര്യമാണോ നിങ്ങൾ ചെയ്യുന്നത് അതിൽ. ചില ആൾക്കാർക്ക് എന്തോ വലിയൊരു കാര്യം നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് എന്തോ ഒരു ഡീല്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ പുറത്തു പോകാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നവരായിരിക്കാം. അതിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തെങ്കിലും ഒരു വലിയ കാര്യം ഈ ഒരു ടോൾ പോർട്ടലിന് ശേഷം ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ടെൻഷൻ എന്താണോ അത് അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ബലം, നല്ല കർമ്മത്തിൻ്റെ ബലം നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും ഒരു റിവാർഡ്, എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ, ചെറുതായാലും ഒരു സെലിബ്രേഷൻ നിങ്ങൾക്കുണ്ടാവുന്നതായിട്ട്, എന്തെങ്കിലും ഒരു ഡീല് അത് റെഡി ആവുന്നതായിട്ട്, നിങ്ങൾ എന്തോ ഒരു ടെൻഷനിൽ നിന്ന് മുക്തമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു വർഷം പോവേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷം തന്നായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു ടോൾ പോർട്ടൽ എന്ന് പറയുമ്പം ഒരു എന്താ പറയുക, പൂർണ്ണമാകുന്ന ഒരു പോർട്ടൽ, എന്തോ ഒരു കാര്യം പൂർണ്ണമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഒരു പുതിയ വർഷം നിങ്ങൾ സന്തോഷത്തോടെ എൻജോയ് ചെയ്യണമെന്നാണ്. ഒരു പുതിയ വർഷത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ എന്തെങ്കിലും സന്തോഷത്തിൻ്റെ ആ ഒരു നിമിഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ദൈവമേ ഇതെങ്കിലും എനിക്ക് തന്നല്ലോ എന്ന്. എന്തായാലും ഈ ഒരു വർഷം പോകെ വിശേഷമായിട്ട് എന്തോ നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു കുറവുകൾ ഇനി പറയുന്നത് നിർത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ദൈവത്തിനോട്. ഇവിടെ നിങ്ങൾ എന്താണോ ജോലി ചെയ്യുന്ന ആ ഒരു ജോലിയുടെ ആ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ടോൾ പോർട്ടലിന് ശേഷം നിങ്ങൾ ഭയങ്കരമായിട്ട് വർക്കഹോളിക് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ആ ഒരു ജോലി കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഒരു ദിവസം എപ്പോൾ തുടങ്ങി എപ്പോൾ അവസാനിച്ചു എന്ന് പോലും നിങ്ങൾക്ക് അറിയാൻ സാധിക്കത്തില്ല. അത്രമാത്രം വർക്കഹോളിക് ആവും നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഓണസ്റ്റായിട്ട് പറയും, എൻ്റെ ലൈഫിൽ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇവിടെ ഒരു വ്യക്തി അവരുടെ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നു അത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം അവർക്ക് അവരുടെ ലക്ഷ്യത്തിൽ എത്രയും പെട്ടെന്ന് എത്തണം, ആ ഒരു ഫോക്കസ് മാത്രമാണ് അവർക്കുള്ളത്. ഇവിടെ നിങ്ങളുടെ ഒരു ദിവസം എപ്പോൾ തുടങ്ങി എപ്പോൾ അവസാനിച്ചു എന്ന് പോലും അറിയാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ആൾക്കാരുടെ വർക്ക് പ്രഷറും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ചെറിയ രീതിയിലുള്ള അവരുടെ വർക്കും നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തായാലും ഈ പോർട്ടലിന് ശേഷം നിങ്ങൾ കുറച്ച് ബിസി ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് പൂർണ്ണതയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ചില ഹാപ്പിനെസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ ആ ഒരു ഉള്ളിൽ ഒരു സന്തുഷ്ടമായിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ജോലി കാര്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചൊരു ചിന്ത ഉണ്ടാവുകയുള്ളൂ. കാരണം നിങ്ങളുടെ ആ ഒരു ജോലി ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട അവസ്ഥ, അതായത് നിങ്ങളുടെ ജോലിയും ചെയ്യണം, കൂടെയുള്ള ആൾക്കാരുടെ ജോലിയും കൂടെ ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ ജോലിയെക്കുറിച്ച് ആലോചിച്ച് കുറച്ചൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. ഞാൻ എങ്ങനെ ഇതെല്ലാം ഒറ്റയടിക്ക് തീർക്കും, ഒരു ദിവസം കൊണ്ട് എങ്ങനെ തീർക്കും, അങ്ങനെ നിങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്ത് സാഹചര്യമായാലും നിങ്ങളുടെ മൂഡ് ഇങ്ങനെയായിരിക്കും. അതായത് എന്തായാലും എനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ, ഞാൻ ചെയ്യാം എന്നുള്ള രീതിയിൽ ഏത് പ്രതിസന്ധിയും നേരിടുന്ന ആ ഒരു മൂഡ് അതായിരിക്കും നിങ്ങളുടേത്. ഇവിടെ ഒരു വ്യക്തിക്ക് രണ്ട് സിറ്റുവേഷൻ, അതിൽ ഒരു സിറ്റുവേഷനിൽ അവർക്ക് അവരുടെ ജോലി കരഞ്ഞുകൊണ്ട് ചെയ്യണം, ഒരു സിറ്റുവേഷനിൽ ചിരിച്ചുകൊണ്ട് ചെയ്യണം. നിങ്ങൾ ആ ചിരിച്ചുകൊണ്ട് ചെയ്യുന്ന സിറ്റുവേഷനായിരിക്കും എടുക്കുന്നത്. കാരണം എന്തായാലും ഞാനാണ് ചെയ്യുക, അപ്പോൾ എനിക്ക് ചിരിച്ചുകൊണ്ട് ചെയ്തുകൂടെ, അങ്ങനൊരു ഇതിൽ നിങ്ങളെത്തും. ഇവിടെ നിങ്ങളുടെ ഊർജ്ജം എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ടോൾ പോർട്ടൽ ഒരു വിക്ടറിയെ ഷോ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക്.
ഇവിടെ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഈ കാത്തിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഡിസർവ് ആയിട്ടുള്ള ആ ഒരു വിക്ടറിയാണ്. അത് ഈ 12 പോർട്ടലിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്ത് കാര്യം റിലേറ്റഡ് ആയാലും ആ ഒരു വിക്ടറി നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂ ഉണ്ട് എങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫേവറായിട്ട് നിങ്ങൾക്ക് ആക്ഷൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആ ലീഗൽ ഇഷ്യൂവിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയുള്ള സ്ഥിതികൾ ക്രിയേറ്റ് ആയി, അതായത് നിങ്ങൾക്കറിയാം നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്, പക്ഷേ ആൾക്കാർ പറയുന്നത് നിങ്ങൾ തെറ്റുകാരാണ്, നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന്. അങ്ങനെ സ്ഥിതികൾ ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്കൊരു വിക്ടറി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ സത്യം എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കും. ഇവിടെ 12 പോർട്ടൽ ഉറപ്പായിട്ടും നിങ്ങളെ സന്തോഷവാനോ സന്തോഷവതിയോ ആക്കിയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നേരെ ഏതെങ്കിലും വ്യക്തിയുടെ ജോലിയുടെ ആ ഒരു ഭാരം വരികയാണ് എങ്കിൽ നിങ്ങൾ ആ ഒരു ജോലി ഭാരത്തെ ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ എടുക്കത്തില്ല, സില്ലിയായിട്ട് തന്നെ എടുക്കും. അതായത് ഞാൻ ഇത്രയും ജോലി ചെയ്യുന്നില്ല, അതിൻ്റെ കൂടുതൽ അതും കൂടെ ചെയ്തു കൊടുക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങളെ സന്തോഷമായിട്ട് വയ്ക്കാൻ വേണ്ടി ജീവിതത്തിൽ പല മാർഗങ്ങളും ക്രിയേറ്റ് ആകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിട്ടുള്ള ആ ഒരു ജീവിതം ആയിരിക്കത്തില്ല 12 പോർട്ടലിന് ശേഷം. ഈ 12 പോർട്ടലിന് ശേഷം ഏതെങ്കിലും വ്യക്തിയുടെ കള്ളത്തരം നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഒരു വ്യക്തിക്ക് കുറേ നാളായിട്ട് ഒരു കാര്യത്തിൽ ഒരു ന്യായം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നു, പക്ഷെ അവർ വെയിറ്റ് ചെയ്ത് തളർന്നു. അപ്പോൾ ഈ ഒരു 2026 ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ന്യായത്തിൻ്റെ ആ ഒരു ന്യൂസ് നിങ്ങളുടെ കാതുകൊണ്ട് കേൾക്കാൻ സാധിക്കും. നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ചിന്തിക്കുക, ഓരോ വ്യക്തിയുടെയും ഡിവൈൻ ടൈം വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ന്യായം സംഭവിക്കും, ഓരോ വ്യക്തിക്കും ന്യായം സംഭവിക്കും, പക്ഷേ നിർദ്ധാരിതമായിട്ടുള്ള സമയം ഡിവൈൻ ടൈമിൽ സംഭവിക്കും. ഈ ഒരു പൂർണ്ണമായിട്ടുള്ള ആ ഒരു വർഷം അവിടെ പോലും നിങ്ങൾക്ക് ഒരു ന്യായത്തിൻ്റെ ആ ഒരു ന്യൂസ് കേൾക്കാൻ സാധിച്ചില്ല, പക്ഷേ ഈ ഒരു 12 പോർട്ടലിന് ശേഷം നിങ്ങൾക്ക് ന്യായത്തിൻ്റെ ആ ഒരു ന്യൂസ് കേൾക്കാൻ സാധിക്കും. ഇവിടെ ഒരു വ്യക്തി നിങ്ങളോട് ഭയങ്കരമായിട്ട് കള്ളം പറഞ്ഞു, നിങ്ങളോട് എപ്പോഴും ഇവർ പറയുന്നത് കള്ളമാണ്, നിങ്ങളെ ചതിച്ചിട്ടുണ്ട്, ഇവർ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ഇവർ ചീറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഇമോഷൻസിനെ എല്ലാം തകർത്തു, നിങ്ങളുടെ കോൺഫിഡൻസിനെ തകർത്തു, നിങ്ങൾ ഉള്ളിൽ ഒരു ഭയം സൃഷ്ടിച്ചു. അതൊക്കെ ഇവർ ചെയ്ത തെറ്റാണ്. അതായത് ഈ ഒരു പൂർണ്ണ ലൈഫിൽ നിങ്ങൾ അസഹായമായിട്ടുള്ള സ്ഥിതിയിൽ നിൽക്കണം. അതിനുവേണ്ടി ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവർ ചെയ്തു. ഇതെല്ലാം കാണിച്ചാൽ നിങ്ങളോട് അന്യായമാണ് ഇവർ. അപ്പോൾ ആരാണോ നിങ്ങളുടെ ആത്മവിശ്വാസത്തിനെ തകർത്തത്, നിങ്ങളുടെ അസന്തുലിതമായിട്ടുള്ള അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്, അവിടെ ആ ഒരു കാര്യത്തിൽ ഉറപ്പായിട്ട് ന്യായം നിങ്ങൾ ലഭിക്കുന്നതാണ്. ഇവിടെ ഈ ഒരു വിളി നിങ്ങൾ കുറേ നാളായിട്ട് ദൈവത്തിനോട് വിളിച്ച് പറയുകയാണ്, എനിക്ക് ന്യായം കിട്ടണമെന്നുള്ള. ഇവിടെ നിങ്ങൾക്ക് ന്യായം കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങളിങ്ങനെ ദൈവത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കും, ദൈവമേ ഈ ഒരു കാര്യത്തിൽ ന്യായം കിട്ടാമോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും. അപ്പോൾ ഈ ഒരു 12 പോർട്ടലിന് ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ന്യായം കണ്ടിട്ട് നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അത്രമാത്രം നിങ്ങൾ ന്യായം കിട്ടണമെന്ന് ദൈവത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഫീലാകും എൻ്റെ വേദന എന്താണോ അത് ദൈവം മനസ്സിലാക്കി എന്ന്. ഇവിടെ ആരെയെങ്കിലും ശിക്ഷിക്കുന്ന ആ ഒരു ന്യായമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് സന്തോഷം കിട്ടണം, ആ രീതിയിലുള്ള ന്യായമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഈ ഒരു ന്യായം ലഭിക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു ഹീലിംഗ് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷം ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് നിരാശപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഈ ഒരു 12 പോർട്ടലിന് ശേഷം നിങ്ങൾക്ക് ന്യായം സംഭവിക്കുന്നത് കാരണം നിങ്ങളുടെ ആ ഒരു നിരാശയെല്ലാം മാറി സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങളും നിങ്ങളുടെ ആ ഒരു വിഷമങ്ങളും എല്ലാം നേരിട്ട് നിങ്ങൾ ശക്തരായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് സന്തോഷമാണ് കിട്ടേണ്ടത്. ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ഡിസർവ് ചെയ്യുന്നു, കാരണം അത്രമാത്രം പ്രശ്നങ്ങളും വിഷമങ്ങളും നേരിട്ട ആളാണ് നിങ്ങൾ. ഇവിടെ ഏതെങ്കിലും പുതിയ വ്യക്തിയുടെ ഒരു എൻട്രി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇല്ല എങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള ആ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ ഹാപ്പിനെസ് ഇല്ല, നിങ്ങൾക്കിടയിൽ വഴക്കും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു, എപ്പോഴും വഴക്കാണ്, ആ റിലേഷൻഷിപ്പ് വളരെ മോശം അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതിൽ അതിലൊരു നല്ല മാറ്റം ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ മാരേജ് ലൈഫിലാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു ശാന്തി, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് എന്ത് സംബന്ധമായാലും അവരുടെ ഇടയിൽ എപ്പോഴും വഴക്കാണ് ഉണ്ടായിക്കൊണ്ടിരുന്നതെങ്കിൽ ആ വഴക്ക് മാറി ഒരു സമാധാനവും ശാന്തിയും ഉണ്ടാകും.
ഇത് ചിലപ്പോൾ ഹസ്ബൻഡ് വൈഫോ തന്നെ ആവണമെന്നില്ല. അച്ഛനോ അമ്മയോ സിസ്റ്ററോ ബ്രദറോ അല്ല എങ്കിൽ നിങ്ങളുടെ ആ ഒരു അൺമാരീഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലവറുമായിട്ട് ഉള്ള ആ ഒരു സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ നിങ്ങൾ ഫേസ് ചെയ്ത് അതിലൊരു മാറ്റം, പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാകും. മുന്നേക്ക് നിങ്ങൾ എന്താണോ ഓപ്പോസിറ്റുള്ള വ്യക്തിയോട് പറയുന്നത് ആ വ്യക്തി ആ ഒരു സംസാരം എടുക്കുന്ന രീതി തെറ്റായിട്ടായിരുന്നു. ഇത് കാരണം നിങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടായി. ഇനി അങ്ങോട്ട് നിങ്ങൾ എന്താണോ അങ്ങോട്ട് പറയുന്നത് അത് ആ രീതിയിൽ തന്നെ അവർ എടുക്കും, തെറ്റിദ്ധരിക്കത്തില്ല. ഇവിടെ സ്വന്തം ഊർജ്ജത്തെ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ട് എങ്കിൽ ആ ഒരു കഴിവിനെ നിങ്ങൾ മനസ്സിലാക്കുക. അത് സർഫെക്സിൽ വരുമ്പോഴായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാവും. ഞാൻ ഇന്നലത്തെ റീഡിങ്ങിലും പറഞ്ഞ കാര്യമാണത്. ഇപ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ 2026 ഞാൻ എൻ്റെ ടാർഗറ്റ് സെറ്റാക്കി വർക്ക് ചെയ്യും, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്ലാനിങ് ചെയ്യുന്നതായിട്ട് എപ്പോഴും കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ടാർഗറ്റിൽ എത്താൻ വേണ്ടി ഭയങ്കരമായിട്ട് പാഷനേറ്റീവായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇവിടെ സ്വയം നിങ്ങൾ നിങ്ങളോട് തന്നെ പ്രോമിസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതെ, എനിക്ക് 2026 മുമ്പേ എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരണം, പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ്. അതിനു വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യുമെന്ന് നിങ്ങളോട് തന്നെ നിങ്ങൾ പ്രോമിസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയുടെ ആ ഒരു ഭാവം എന്ന് പറയുന്നത് എപ്പോഴും ഇത് തന്നെയായിരിക്കും. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു ടാർഗറ്റ് ഉണ്ടാക്കി, അപ്പോൾ ചുമ്മാ ടാർഗറ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ, അതിനു വേണ്ടി പ്രയത്നിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനൊരു ഭാവം നിങ്ങളിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. എന്ത് ടാർഗറ്റാണോ നിങ്ങൾ സെറ്റാക്കിയിരിക്കുന്നത് അതിൻ്റെ ആ ഒരു ടൈം നിങ്ങൾ തീരുമാനിച്ചാണോ ഇന്ന ടൈമിനുള്ളിൽ അത് ചെയ്ത് തീർക്കണമെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് ആരോടും നിങ്ങൾ പറയരുത്. നിങ്ങളുടെ ആ ഒരു ടാർഗറ്റിൽ എപ്പോഴാണോ എത്താറാകുമ്പോൾ അപ്പോൾ മാത്രം നിങ്ങൾ പറയുക എല്ലാവരോടും. ഒരു വ്യക്തി ശരിയായ വഴി കൂടെ പോവുകയാണെങ്കിൽ ആ ഒരു വ്യക്തി പെട്ടെന്ന് അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്തും. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾ സന്തോഷിക്കും. നിങ്ങൾ എന്ത് സന്തോഷത്തിന് വേണ്ടിയാണോ പ്രാർത്ഥനകൾ ചെയ്തത് ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കും ഈ ഒരു ടോൾ പോർട്ടലിന് ശേഷം. കാരണം എന്താണ്, നിങ്ങളുടെ ആ ഒരു ഗോൾഡൻ ടൈം, നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈം എത്തിക്കഴിഞ്ഞു. ഇവിടെ ഉറപ്പായിട്ടും ചെറിയ ഒരു സെലിബ്രേഷൻ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യും, പക്ഷെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷമായിരിക്കും അപ്പോൾ ഉണ്ടാവുന്നത്. അതായത് എനിക്ക് എക്സ്പ്രസ് ചെയ്യണം, എനിക്ക് അത് പറയണം, ഞാൻ എന്തുമാത്രം സന്തോഷവതിയാണ് അല്ലെങ്കിൽ സന്തോഷവാനാണെന്ന് അങ്ങനെ നിങ്ങൾ പറയുന്നതായിട്ട് അത്രമാത്രം നിങ്ങൾ ഹാപ്പി ആയിട്ട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഒത്തിരി നിങ്ങൾ നിശബ്ദമായിട്ടിരുന്നു പല സാഹചര്യങ്ങളിലും പല ആൾക്കാരുടെ മുന്നിലും എല്ലാം, പക്ഷേ പ്രകൃതിക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ ആ ഒരു നിശബ്ദത. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഒരു സന്തോഷം തരുന്നത്. ഇനി നിങ്ങൾ സന്തോഷം കൊണ്ട് മതിമറക്കണം. അതായത് നിങ്ങളുടെ സന്തോഷം നിങ്ങളിങ്ങനെ തുറന്ന് പ്രകടിപ്പിക്കണം. അതാണ് പ്രകൃതി ആഗ്രഹിക്കുന്നത്. ഇവിടെ പരിവർത്തനം ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കും. ചില ആൾക്കാർക്ക് സ്ഥാന പരിവർത്തനം, അതായത് ചേഞ്ച്, വീട് ചേഞ്ച് ആവുന്നത് അല്ലെങ്കിൽ ജോലി ചേഞ്ച് ആവുന്നത് അല്ലെങ്കിൽ ജോലിയിൽ ട്രാൻസ്ഫർ ആവുന്നത്, അതൊക്കെ ഒരു സ്ഥാന പരിവർത്തനം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നവർക്ക് ഡിസംബർ മന്ത് ട്രാൻസ്ഫർ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ആരെങ്കിലും വീട് ഷിഫ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസംബർ മന്ത് ഷിഫ്റ്റ് ആവും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ ഉറപ്പായിട്ടും പോകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ക്യാഷ് നല്ല രീതിയിൽ നിങ്ങളുടെ കയ്യിൽ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ആ ഒരു ജോലിയിൽ ഗ്രോത്ത് ഉണ്ടാവുന്നതിലൂടെ നിങ്ങൾക്ക് ക്യാഷ് നല്ല രീതിയിൽ സമ്പാദിക്കാൻ പറ്റുന്നു. ഏതോ ഒരു ലേഡിയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ജോലി ഇപ്പോൾ തടസ്സമായിട്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ലേഡിയുടെ സപ്പോർട്ട് ലഭിക്കുന്നതിലൂടെ നിങ്ങളുടെ ആ ജോലിയുടെ തടസ്സം മാറുന്നതായിട്ട് അങ്ങനെ ഒരു ഇത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡിയയിലൂടെ നിങ്ങളുടെ ആ ഒരു ജോലിയിലുള്ള തടസ്സം മാറുന്നതായിട്ട് അങ്ങനെയും കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തായാലും നിങ്ങൾ സന്തോഷവാനോ സന്തോഷവതിയോ ആയിട്ട് തന്നെ ഇരിക്കും, പക്ഷേ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസിനെ നിങ്ങൾ എപ്പോഴും കൺട്രോളിൽ വയ്ക്കുക. കാരണം നിങ്ങളുടെ ആ ഒരു സന്തോഷം കണ്ട് എല്ലാവരും സന്തോഷിക്കണമെന്നില്ല. നിങ്ങളെ വെറുക്കുന്നവരും ഉണ്ട്. അവർ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു സന്തോഷം കണ്ട് നിങ്ങളുടെ ഈ ഒരു സന്തോഷം തകർക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് എല്ലാവരുടെ മുമ്പിലും നിങ്ങളുടെ ആ ഒരു ഇമോഷൻ പ്രകടിപ്പിക്കരുത് നിങ്ങൾ. അതായത് പുറത്തുള്ളവരുടെ മുമ്പിൽ ഷോ ചെയ്യാൻ പോകണ്ട. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവില്ല, വീട്ടിലുള്ളവർ, നിങ്ങളുടെ സന്തോഷം ആഗ്രഹിക്കുന്ന ആൾക്കാർ, അവരോട് മാത്രം പറയുക, അല്ലാതെ പുറത്ത് ഷോ ചെയ്യാൻ പോകരുത് ഒരിക്കലും. ഇവിടെ നിങ്ങൾ കൃഷ്ണ പണ്ഡിതനെ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ ശരിയായ വഴിയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന്. നിങ്ങൾ കാണാറില്ല കൃഷ്ണ പണ്ഡിതനെ കാക്കകൾ കൊത്തി ഓട്ടിക്കുന്നത്? നമ്മൾ ശരിയായ വഴിയിൽ കൂടെ പോകുമ്പോൾ നമുക്ക് പല ആൾക്കാരും നമ്മളെ തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടി വരും. അപ്പോൾ ആ തടസ്സങ്ങൾ സൃഷ്ടി
ചിന്തിക്കുന്നത് നമ്മൾ മാറ്റി മുന്നോട്ട് പോകണം. അതേപോലെയാണ് കൃഷ്ണ പറയുന്നതും. കാക്കകൾ ഓട്ടിക്കാൻ വരുമ്പോൾ അത് ഉയരത്തിൽ പറക്കും, പിന്നെ കാക്കകൾക്ക് അതിൻ്റെ അടുത്ത് എത്താൻ പറ്റത്തില്ല. അതേപോലെ നമ്മളും ശരിയായ വഴി കൂടെ പോകുമ്പോൾ ഇതേപോലത്തെ തടസ്സങ്ങൾ വരും. ചില ആൾക്കാർ നിങ്ങളോട് പറയും നിങ്ങൾ പോകുന്ന വഴി ശരിയല്ല എന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഭ്രമിതരാകും, ദൈവമേ ഞാൻ പോണ വഴി ശരിയല്ലേ എന്ന്. അങ്ങനെയും തടസ്സം സൃഷ്ടിക്കാൻ ആൾക്കാർ വരും. അപ്പോൾ അതെല്ലാം നമ്മൾ മറികടന്ന് മുന്നോട്ട് പോകണം. അതായത് ഇപ്പോഴത്തെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു വ്യക്തി നല്ലത് ചെയ്യണമെങ്കിൽ അവരെ എങ്ങനെ തടസ്സപ്പെടുത്താമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. കാരണം അവർ മുന്നോട്ട് പോയി നല്ല ഒരു സക്സസ്സിൽ എത്തുമോ എന്ന് പേടിച്ച് ആദ്യമേ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുക. അങ്ങനെ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ അവരുടെ വാക്കുകൾ വിശ്വസിക്കരുത്. ഇനി നിങ്ങൾ സക്സസ്സിൽ എത്തുമ്പോഴോ ഈ വ്യക്തികൾ പറയും, നമുക്കറിയാം നിങ്ങൾ ആ ഒരു സക്സസ് കീഴടക്കുമെന്ന്. അതാണ് മനുഷ്യനെന്ന് പറയുന്നത്. ആദ്യം നമ്മൾ നല്ല വഴി പോകുമ്പോൾ നമ്മളെ എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്താൻ ശ്രമിക്കും. എന്നിട്ട് നമ്മൾ നല്ല വഴിയിലേക്ക് പോയി സക്സസ്സിൽ എത്തുമ്പോഴോ നമ്മളെ നല്ല രീതിയിൽ പ്രശംസിക്കുകയും ചെയ്യും. ഇവിടെ നിങ്ങളുടെ ടാർഗറ്റ് എന്താണോ അത് ഫിക്സ് ആക്കി വെക്കുക. ആർക്കും നിങ്ങൾ റിപ്ലൈ കൊടുക്കാൻ പോകണ്ട. അവരെന്ത് പറയുന്നു ഇവരെന്ത് പറയുന്നു എന്ന് നോക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും കൃഷ്ണ പന്തിനെ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ആ ഒരു ഡയറക്ഷൻ ശരിയാണ്. മറ്റുള്ളവർ പറയുന്നതായിട്ട് നിങ്ങളുടെ ഡയറക്ഷൻ ചേഞ്ച് ആക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ചില ആൾക്കാർ നിങ്ങളോട് പറയും നിങ്ങളുടെ നല്ല സമയമെല്ലാം നിങ്ങൾ വേസ്റ്റാക്കി കളയാണ് ഇതിൻ്റെ പിറകെ പോയി എന്ന്. അവർ എന്തോ പറഞ്ഞുകൊണ്ട് പോട്ടെ. നിങ്ങളുടെ ഹൃദയം എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ ചെയ്യുക. ഇവിടെ ആരാണോ നിങ്ങൾക്ക് നേരെ നെഗറ്റിവിറ്റി സെൻഡ് ആക്കുന്നത്, നിങ്ങൾക്ക് നേരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ബ്ലാക്ക് മാജിക്, മന്ത്രവാദം, മോശം ദൃഷ്ടി ഇതെല്ലാം ചെയ്യുന്നത്, അങ്ങനെയുള്ള ആൾക്കാർ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് പുറത്താവുന്നതാണ്. ജൂലൈക്ക് ശേഷമുള്ള എല്ലാ റീഡിങ്ങിലും ഈ ഒരു നെഗറ്റിവിറ്റി സ്വയം റിലീസായി പോകുമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ മന്തിലും വരുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നെഗറ്റിവിറ്റി റിലീസായി പോകും. അതായത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് അങ്ങനെ ഒരു വ്യക്തി ദൂരെ പോകും. നിങ്ങളുടെ ലൈഫിലെ ടോട്ടൽ നെഗറ്റിവിറ്റിയും പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തി ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് നേരെ നെഗറ്റിവിറ്റിയും ബ്ലാക്ക് മാജിക്കും ചെയ്യുന്നുണ്ട്. ആ വ്യക്തിയാണ് പുറത്താവാൻ പോകുന്നത്. ചിലപ്പോൾ ഈ ദിവസങ്ങളിൽ ആ വ്യക്തി റിലേറ്റഡ് ആയിട്ട് ഇൻട്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടാവാം. ആ വ്യക്തിയുടെ ഓർമ്മകൾ വീണ്ടും വീണ്ടും വരുന്നുണ്ടാവും നിങ്ങൾക്ക്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും എന്തുകൊണ്ടാണ് എനിക്ക് ഈ വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ ഓർമ്മകൾ വരുന്നത്. ചില സമയം സ്വപ്നത്തിൽ ഈ വ്യക്തിയെ കാണുന്നു നിങ്ങൾ. ഇവിടെ ഈ ഒരു ടോൾ പോർട്ടലിന് ശേഷം ഈ ഒരു വ്യക്തി ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് പുറത്താവുന്നതാണ്. 20 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 25 ഡേയ്സിനുള്ളിൽ ഈ ഒരു വ്യക്തി ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് പുറത്താവുന്നതാണ്. ഇവിടെ ഈ ഒരു വ്യക്തി കാരണം 2 വർഷമായിട്ട് നിങ്ങൾ വളരെയധികം വിഷമിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി ആണ് നിങ്ങൾക്ക് നേരെ ബ്ലാക്ക് മാജിക് ചെയ്തുകൊണ്ടിരുന്നതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഒരു വ്യക്തിയുടെ പ്രഭാവത്തിൽ നിന്ന് മുക്തരാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് എപ്പോഴും നിങ്ങളുടെ മേൽ കണ്ണുവയ്ക്കുന്നതും നിങ്ങൾ എവിടെ പോകുന്നു, ആരോട് സംസാരിക്കുന്നു, A to Z കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്ന ഈ ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്വതന്ത്രത ഉണ്ടാകും, ഒരു ഫ്രീഡം ഉണ്ടാകും. അതായത് സന്തോഷത്തിൻ്റെ ആ ഒരു കണ്ണുനീർ ഉറപ്പായിട്ടും നിങ്ങളുടെ കണ്ണിൽ വരും. കാരണം എത്ര നാളുകൊണ്ട് ഈ വ്യക്തിയാണ് നിങ്ങൾ വിഷമിക്കുന്നു. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അന്ധകാരം കഴിഞ്ഞിട്ട് വെളിച്ചം വരത്തില്ല, അതേപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഇത്രയും നെഗറ്റീവായിട്ടുള്ള വ്യക്തി വേറെ ഇല്ല. അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള വ്യക്തിയാണ് ഇവർ അപ്പോൾ നിങ്ങളുടെ ലൈഫ് വിട്ട് പോകാൻ പോകുകയാണ്. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് കർമ്മ റിട്ടേൺ ലഭിക്കുകയാണ്. അത് കാരണമാണ് ഇവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഗോ വിത്ത് ഫ്ലോയിൽ പോവുക. എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥന എന്താണോ അത് യൂണിവേഴ്സ് ഉറപ്പായിട്ടും കേൾക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു നെഗറ്റീവ് വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ചുമ്മാ ഓർമ്മ വരുന്നുണ്ടാവാം. ഇല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കോള് തന്നെ നിങ്ങൾക്ക് വരും. ഇല്ലെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ വീണ്ടും വീണ്ടും വരുന്നു. അതായത് നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് താമസിക്കുന്ന വ്യക്തിയായിരിക്കാം ഇവർ. അപ്പോൾ എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പുറത്തു പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് തന്നെ ചില സമയങ്ങളിൽ തോന്നാറുണ്ട് നിങ്ങൾക്ക് ആരുടെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട് എന്ന്. യൂണിവേഴ്സ് ഉറപ്പായിട്ടും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് നല്ല ഒരു സംരക്ഷണം യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. ഇവിടെ ചില സമയം നിങ്ങൾക്ക് ഇങ്ങനെയും തോന്നും, അതായത് ബ്രഹ്മാണ്ടത്തിൻ്റെ എന്തോ വലിയൊരു ഊർജം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന്. ഈ ഒരു ഊർജം ഓരോ സമയത്തും നിങ്ങളെ എല്ലാ നെഗറ്റിവിറ്റിയിൽ നിന്നും പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഉപായം ചെയ്തിട്ടുണ്ട് എങ്കിൽ നെഗറ്റിവിറ്റിയിൽ നിന്ന് പുറത്തു വരാൻ അതും ഇവിടെ വർക്കാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ഉപായം ചെയ്തിട്ടുണ്ടാവും. അത് കാരണവും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഈ നെഗറ്റീവായിട്ടുള്ള പേഴ്സൺ പുറത്താകും. അതായത് മുന്നേ നിങ്ങൾ എന്തൊക്കെ ഉപായം ചെയ്തിട്ടും അത് വർക്കായില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ എന്താണോ ഉപായം ചെയ്തത് അത് വർക്കായി.
അതാണ് പറയുന്നത് ടോൾ ടോൾ പോർട്ടൽ എന്ന് പറയുന്ന ഒരു എൻഡിങ് ആണ്, പിന്നെ ഒരു പുതിയ തുടക്കം, 1 പോർട്ടൽ. ഇവിടെ യൂണിവേഴ്സിൻ്റെ ആ ഒരു ആശീർവാദം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ സ്വയം നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കും. നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. അത് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും. ഇവിടെ അവളിൻ്റെ ആ ഒരു എനർജി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജോലി നല്ലതായിട്ട് പോകുന്നതായിട്ട്, ക്യാഷ് നിങ്ങളുടെ കയ്യിൽ നല്ലതായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ട് എങ്കിൽ മുന്നേ അതിൻ്റെ വാല്യൂ ഭയങ്കര കൂടുതലായിരുന്നു കാണും, പക്ഷെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ വാല്യൂ കുറഞ്ഞായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ എന്തായാലും ഡിസംബർ മന്ത് ഏതെങ്കിലും രീതിയിലൊക്കെ നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ലോകത്തിലുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളതിൽ ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ചെയ്യുക. അതായത് പുറത്തുള്ളവർ നിങ്ങളുടെ ഇമേജ് റിലേറ്റഡ് ആയിട്ട് എന്ത് കാര്യങ്ങളാണ് പറയുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങൾ അതൊന്നും ചിന്തിക്കേണ്ട. യൂണിവേഴ്സ് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇവിടെ നിങ്ങൾ എപ്പോഴും ലോയൻ ആയിട്ടുള്ള ആ ഒരു എനർജിയിൽ നിൽക്കണം. അതായത് ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല, എൻ്റെ ദേഹത്ത് അതൊന്നും വീഴാൻ പോകുന്നില്ല, എനിക്ക് എൻ്റെ ദൈവത്തിൽ വിശ്വാസമുണ്ട്, ഞാൻ നല്ലത് മാത്രമാണ് ചെയ്യുന്നത്, അങ്ങനെ മാത്രം നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോവുക. നമ്മളുടെ എനർജി നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആലോചിച്ച് ഒരിക്കലും മോശമാക്കരുത്. ഇവിടെ നിങ്ങളുടെ ഇമേജ് റിലേറ്റഡ് ആയിട്ട് ആരെങ്കിലും മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ യഥാർത്ഥ മുഖം എല്ലാവരും മനസ്സിലാക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തിക്ക് അവർ ചെയ്ത കർമ്മം ഉറപ്പായിട്ട് ലഭിക്കും. അത് നിങ്ങൾക്ക് ന്യായം ലഭിക്കുകയും ചെയ്യും. ഇവിടെ ഈ ഒരു വ്യക്തി ആരുമായിക്കൊള്ളട്ടെ, അവർക്ക് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് വലിയൊരു നഷ്ടം ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വ്യക്തിക്ക് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് വലിയൊരു ലോസാണ് ഉണ്ടാവാൻ പോകുന്നത്. ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നില്ല അത്. ഇവിടെ ഏതോ ഒരു വ്യക്തി നിങ്ങളോട് വിക്ടിം കാർഡ് ഇറക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അവർ സ്വയം തെറ്റ് ചെയ്തിട്ട് അവർ നിങ്ങളുടെ മുമ്പിൽ വിക്ടിം കാർഡ് ഇറക്കുന്നു. അതായത് അവർ പറയുന്നത് നിങ്ങളാണ് തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റുകാരാക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലും നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക. ഇവിടെ ഞാൻ ശാന്തമായിട്ടിരിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ എന്തിനാണ് ആ വ്യക്തിയോട് മോശം എനർജിയിൽ സംസാരിച്ച് നമ്മളുടെ എനർജി മോശമാക്കുന്നത്? അതിനെയും കാട്ടി അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അവർക്ക് ഉറപ്പായിട്ട് ലഭിക്കും. അങ്ങനെ വിചാരിച്ച് ശാന്തമാവുക. ഇവിടെ ചില ആൾക്കാർ ഇത്രയും വലിയ ടവർ മൂവ്മെൻറ്റ് ഒന്നിന് പിറകെ ഒന്ന് ആയിട്ട് അനുഭവിച്ച് വന്നിട്ട് ഇപ്പോൾ തളരുന്ന അവസ്ഥയിലാണുള്ളത്. ഒരിക്കലും തളർന്നു പോകരുത് നിങ്ങൾ. അതായത് ഒരു വ്യക്തി റേസ് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് തളരത്തില്ല, അതേപോലെയാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ എനർജി ഇപ്പോൾ. നിയറിൽ ഏതോ ഒരു വ്യക്തിയുടെ അഹങ്കാരം ഇല്ലാതാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഉറപ്പായിട്ടും ഒരു വ്യക്തി കർമ്മ റിട്ടേൺ ഉണ്ടാവാൻ പോകുകയാണ്. എന്ത് സന്തോഷമാണോ നിങ്ങൾ ഡിസർവ് ചെയ്യുന്ന ആ ഒരു സന്തോഷം ഒരു പ്രയാസവും കൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ മുന്നത്തെ സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ എന്താവശ്യമോ അത്രയും മാത്രം സംസാരം. അതായത് ആൾക്കാരോട് വലിയ സംസാരം അങ്ങനെ ഒന്നും ഇല്ലാത്ത ആ ഒരാളായി മാറി. മുന്നേ അങ്ങനെയല്ലായിരുന്നു, ഇപ്പോൾ പക്ഷേ അങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കുക അങ്ങനെ ഒന്നുമില്ല, ആവശ്യത്തിന് മാത്രം. പക്ഷേ ഇനി നിങ്ങൾ ഭയങ്കരമായിട്ട് സംസാരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണ്. ദുഃഖമാണെങ്കിലും നിങ്ങളുടെ ശബ്ദത്തിലൂടെയാണ് അത് പുറത്തു വരുന്നത്. അത് സന്തോഷമായാലും അത് നിങ്ങളുടെ ശബ്ദത്തിലൂടെയാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. ഇവിടെ എന്തായാലും നിങ്ങളുടെ സന്തോഷം എൻജോയ് ചെയ്യുക. പക്ഷേ വീട്ടിലുള്ള നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുടെ കൂടെ എൻജോയ് ചെയ്യുക, അല്ലാതെ പുറത്ത് ഷോ ചെയ്യാൻ പോകരുത്. ഇതാ ചില ആൾക്കാർ അവരുടെ സെലിബ്രേഷൻ വാട്സപ്പിൽ സ്റ്റാറ്റസ്, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റയിലൊക്കെ ഇടും. അപ്പോൾ ഒത്തിരി പേര് കാണും. അപ്പോൾ അവരിലൂടെ നിങ്ങളുടെ ശത്രുക്കൾ ഇതറിയും. അപ്പോൾ അവർ നിങ്ങളുടെ ആ ഒരു സന്തോഷം ഒരിക്കലും സഹിക്കത്തില്ല. അവർ ഉറപ്പായിട്ടും അതിനെ തടുക്കാൻ വേണ്ടി എന്തെങ്കിലും വഴികൾ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുറമേ ഷോ ചെയ്യാൻ പാടില്ല എന്ന്. ഇനി അങ്ങോട്ട് നിങ്ങൾ താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഡിവൈൻ, താങ്ക് യു ഏഞ്ചൽസ്, ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അതായത് ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും എല്ലാം താങ്ക് യു ഈ ഒരു ശബ്ദം നിങ്ങളുടെ വായിൽ നിന്ന് വരും. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രമാത്രം ഹാപ്പി ആവുന്നത്. ഇവിടെ ഇത്രയും നാൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് തളർന്നു പോയി, കാരണം നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നില്ല. അത് കാരണം അപ്പോൾ ഇനി നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നത് നിങ്ങൾക്ക് കണ്ണുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും. അതായത് ഈ വരുന്ന സമയങ്ങളിൽ, അതായത് നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ പേരിങ്ങനെ ചുമ്മാ കാണാൻ സാധിക്കും, അവരുടെ ആ ഒരു വോയിസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കേൾക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും മുഖമോ പേരോ വോയിസോ നിങ്ങൾക്ക് ചുമ്മാ കേൾക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക ആ ഒരു വ്യക്തിക്ക് അവരുടെ കർമ്മ റിട്ടേൺ ആവാൻ പോവുകയാണ്, അവരുടെ യഥാർത്ഥ മുഖം എല്ലാവരും അറിയാൻ പോവുകയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക.
ഒരു വ്യക്തി മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ദ്രോഹിച്ചത്. 1, 2, 3, 4 വ്യക്തികളുണ്ട്. ഒന്നിന് പിറകെ ഒന്നായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യക്തികൾ റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഏതോ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ പൈസയിൽ കണ്ണുണ്ട്. അപ്പോൾ ആ വ്യക്തിയുടെ അഹങ്കാരം ഉറപ്പായിട്ടും തകരുന്നതാണ്. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളോട് പല പ്രാവശ്യവും നിങ്ങളറിയാതെ തന്നെ നിശബ്ദമായിട്ട് നിന്ന് നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് അറിയത്തില്ല ഈ വ്യക്തി ഇത്രമാത്രം നിങ്ങളുടെ പൈസയിൽ കണ്ണുവയ്ക്കുന്നുണ്ട് എന്ന്. അത് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എന്ത് വഴിയാണോ അടച്ചത്, ആ വ്യക്തിക്ക് വേണ്ടി ഇനി ഒരു വഴി അടയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫ് എൻഡാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ ലൈഫ് എൻഡാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തുമാത്രം വിഷമങ്ങൾ സഹിച്ചു അതേപോലെ അവരുടെ ലൈഫിലും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും. അതായത് നിങ്ങൾ ഏത് വലിയ ട്രാൻസ്ഫർമേഷനിൽ കൂടെയാണോ പുറത്ത് വന്ന ഒരു ടവർ മൂവ്മെൻറ്റിലൂടെ അതേ സെയിം സിറ്റുവേഷനിലൂടെ ആ വ്യക്തി കടന്നു വരും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ദുഃഖം തന്ന വ്യക്തി സ്വയം അവരുടെ ലൈഫിൽ ദുഃഖം അനുഭവിക്കാൻ പോകുകയാണ്. ഒരു ഡിസംബർ ഇങ്ങനെയായിരുന്നു നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ ദുഃഖത്തിൻ്റെ തുടക്കമായിരുന്നു. പക്ഷേ ഈ ഒരു ഡിസംബർ എന്ന് പറയുന്നത് നിങ്ങളുടെ ദുഃഖം അവസാനിച്ചിട്ട് നിങ്ങൾ സന്തോഷത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ ഒരു സിറ്റുവേഷനിൽ തനിച്ചാക്കിയിട്ട് നിങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട്. അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർ തനിച്ചായിരിക്കുകയാണ്. അവരെ നോക്കി കുറേ ആൾക്കാർ ഇപ്പോൾ ചിരിക്കുകയാണ്. കാരണം ഇതാണ് കർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, സ്വയം നിങ്ങളിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യുക. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.